The status of women in India. Current status of women could be properly understood without reference to the past. പഴയതിനെ പറ്റി പഠിക്കാതെ പുതിയ പഠിക്കാൻ പറ്റില്ല. അപ്പൊ പഴയ കാലത്ത് സ്ത്രീകളുടെ റോൾ എന്തായിരുന്നു, ആൻഡ് ഇപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളുടെ റോൾ രൂപപ്പെട്ടു വന്നതെന്നുള്ളത്. പഴയ കാലത്ത് സ്ത്രീകൾ വാസ് ഹൈലി റെസ്പെക്റ്റഡ്. അവര് വളരെയധികം റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മനുസ്മൃതി കോഡ് ഓഫ് ലോ ഇൻ ഏഷ്യൻ ഇന്ത്യ സം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് വർ ഇൻഡിക്കേറ്റീവ് ഓഫ് റെസ്പെക്റ്റീവ് പൊസിഷൻ ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഫസ്റ്റ്. മനുസ്മൃതി ചില ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സ്ത്രീകളെ വളരെ വലിയ രീതിയിൽ ബഹുമാനിക്കപ്പെട്ട പൊസിഷനിൽ നിർത്തിക്കൊണ്ടാണ് കണക്കാക്കിയിരുന്നത്. പ്രീ ആര്യൻ പീരീഡില് ദ സിസ്റ്റം ഓഫ് ഫാമിലി വാസ് മാട്രിലീനിയൽ വേർ വുമൺ വേർ എൻജോയ്ഡ് ഫുൾ ഫ്രീഡം. അതായത് ആര്യന്മാർക്ക് മുമ്പ്, ആര്യന്മാർ ഇന്ത്യയിൽ ഭാരതത്തിലേക്ക് വരികയും ഭാരതത്തില് ഒരു 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 കാസ്റ്റ് സിസ്റ്റം ഒക്കെ ആരംഭിക്കുകയും ചെയ്തതിന് മുമ്പ്, അതാണ് പ്രീ ആര്യൻ പീരീഡ്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീകളിൽ മാട്രിലീനിയലായിട്ട്, അതായത് സ്ത്രീകളിലൂടെയുള്ള പിന്തുടർച്ചാവകാശത്തിന് മാട്രിലീനിയൽ സിസ്റ്റം ആയിരിക്കും അവിടെ സ്ത്രീകൾക്ക് ഫുൾ ഫ്രീഡം ഒക്കെ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ള ഒരവസ്ഥയായിരുന്നു പറയുന്നു. ആഫ്റ്റർ ആര്യൻ ഇൻവേഷൻ സിസ്റ്റം ബിക്കം മെയിൽ ഓറിയന്റഡ്, ദാറ്റ് ഈസ് പാട്രിലീനിയൽ. അതിനുശേഷം ആര്യൻ ഡൊമിനേഷന് ശേഷം, ആര്യന്മാരെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഈ ആധുനിക ഭാരതത്തിന് ചരിത്രം തന്നെയാണ്. ഈ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ ആര്യന്മാർ, ഈ ജാതി വ്യവസ്ഥയൊക്കെ വരുന്ന ആര്യന്മാർ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ആണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ആര്യന്മാർക്ക് മുമ്പുണ്ടായ ഒരു ഒരു സംസ്കാരം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകളായിരുന്നു ബഹുമാനിക്കപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്കായിരുന്നു പ്രാധാന്യം. സ്ത്രീകളെ ദേവതകളൊക്കെയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു ഈ ഒരു കാലഘട്ടം, സ്ത്രീ ആര്യൻ കാലഘട്ടം. എന്നാൽ ആര്യന്മാരുടെ ഇൻവേഷൻസിന്റെ ഫലമായിട്ട് സ്ത്രീകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരാണ് അവിടെ മേലെ. അപ്പം നമ്മളതിപ്പോഴും അത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ മെഡീവൽ ഇന്ത്യ. അതാ പ്രീ ഏഷ്യൻ ഇന്ത്യയിൽ നമ്മൾ കണ്ടു രണ്ട് തരത്തിലുള്ള പ്രീ ആര്യൻ പീരീഡും ആര്യൻ പീരീഡും. ആദ്യം സ്ത്രീകൾ വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം മെഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വുമൻസ് പൊസിഷൻ വാസ് ഡിറ്റീരിയേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പൊസിഷൻ വളരെ മോശമായിരുന്നു. അവിടെ ചൈൽഡ് മാരേജ്, ബാൻ ഓഫ് റീ മാരേജ്, സതി, പർദ, ദേവദാസി സിസ്റ്റം, പോളിഗമി, റെസ്ട്രിക്റ്റഡ് സനാന ഏരിയാസ് ഓഫ് ദ ഹൗസ്, അങ്ങനെയുള്ള വളരെ വലിയ ഒരു അടിച്ചമർത്തലിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്ന മെഡീവൽ ഇന്ത്യയിൽ. In spite of oppression, women were shined in the field of politics, literature, religion and education. റഷ്യ സുൽത്താന, ദുർഗാദേവി, നൂർജഹാൻ, ജനനാര, ജിജാബേബി, മീരാബായി, അങ്ങനെ കുറച്ച് പേരൊക്കെ എടുത്തു കാണിക്കാനുണ്ട്. ഭക്തി മൂവ്മെന്റിലൊക്കെ ഇതിന്റെയൊക്കെ പ്രത്യേകതയാണ്. കൊളോണിയൽ പീരീഡിലേക്ക് എത്തുമ്പോൾ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ലേഡി ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായി. അവർ കുറേയൊക്കെ ധീരത കാണിച്ചു. ഹെഗ്മണി ഓഫ് മെയിൽ ഡൊമിനേറ്റ്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പുരുഷന്മാരുടെ ആധിപത്യം കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി സെൻഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതിന്റെ ഉത്തരവാദിത്വമായി മാറിയിരുന്ന സ്ത്രീകളെ സംരക്ഷിക്കാനുള്ളത്. മെനി പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് വുമൺ. പിന്നെ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ബീങ് അവെയർ ഓഫ് ദ വേസ് പീപ്പിൾ തിങ്ക് അബൌട്ട് ജെൻഡർ. അതാണ് ജെൻഡർ. വാട്ട് ഈസ് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ബീങ് അവെയർ ഓഫ് ദ വേ പീപ്പിൾ തിങ്ക് അബൌട്ട് ജെൻഡർ. ഒരു നടപടിയാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി. എങ്ങനെയാണ് ദ വേ പീപ്പിൾ തിങ്ക് അബൌട്ട് ജെൻഡർ, ബീങ് അവെയർ ഓഫ് ദ വേ. ഈ ആളുകൾ ഈ ജെൻഡറിനെ പറ്റി മനസ്സിലാക്കുന്ന ഒരു വഴിയുണ്ട്. അത് മനസ്സിലാക്കുന്ന വഴിയെ പറ്റിയുള്ള ബോധമാണ് ഈ ഒരു ജെൻഡർ സെൻസിറ്റീവ്. ലെസ് ഡിപ്പെൻഡന്റ് ഓൺ ഔട്ട്ഡേറ്റഡ് വ്യൂസ് ഓൺ ദ റോൾസ് ഓഫ് വുമൺ. ജെൻഡർ സെൻസിറ്റീവിൽ വരുന്നത് ലെസ് ഡിപ്പെൻഡന്റ് ഓൺ ഔട്ട്ഡേറ്റഡ് വ്യൂസ് ഓൺ ഈ വുമന്റെ സ്ത്രീകളുടെ റോള്. സ്ത്രീകളുടെ റോളിനെ പറ്റി ഒരു പഴഞ്ചൻ ചിന്താഗതി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വീക്ഷണം. ജെൻഡർ ന്യൂട്രൽ വേർഡ്സ് ഇൻ ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പൊ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ വേർഡ്സ്.
മനുഷ്യന്റെ ജെൻഡർ സെൻസിറ്റീവ് ന്യൂട്രൽ വേർഡ്സ് ആണ്. ജെൻഡർ ചില വേർഡ്സ് പുരുഷൻ മേധാവിത്വം, പുരുഷന് സ്ത്രീയും ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും, പക്ഷെ അത് പുരുഷന്റെ മാത്രം പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ജെൻഡർ ന്യൂട്രൽ വേർഡ്സ് ഉപയോഗിക്കണം. ചില ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം ആ വേർഡ് എന്ന് പറയുന്നത്. ആ ഇതും ജെൻഡർ സെൻസിറ്റീവ് ആണ്. അതായത് പീപ്പിൾ എങ്ങനെയാണ് ഈ ജെൻഡറിനെ പറ്റി തിങ്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആണ് ഈ ജെൻഡർ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ജെൻഡർ ന്യൂട്രൽ വേർഡ്സ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് വ്യൂസ് ഓഫ് ജെൻഡർ റോൾസ് ഓഫ് വുമന്റെ ഇടപെടലുകൾ, അല്ലെങ്കിൽ വുമന്റെ പങ്കാളിത്തം, സ്ത്രീയുടെ പങ്കാളിത്തം ഒക്കെ പറ്റിയുള്ള പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ, സ്ത്രീ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെയുള്ള പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു 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 ബോധം, ഇങ്ങനെയൊക്കെയുള്ളതാണ് ജെൻഡർ സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നാണ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഓവർ ജനറലൈസേഷൻ ഓഫ് ആൻ എൻറ്റയർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ജെൻഡർ. ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുൻധാരണയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഓവർ ജനറലൈസേഷൻ ഓഫ് എൻറ്റയർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ജെൻഡർ. അതായത് ഈ ജെൻഡറിന്റെ അടിസ്ഥാനത്തില്, ലിംഗത്തിന്റെ അടിസ്ഥാനത്തില് എൻറ്റയർ ഗ്രൂപ്പിനെ നമ്മൾ അങ്ങനെ അത് സ്ത്രീയാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണ, ആ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ജനറലൈസേഷൻ, ഓവർ ജനറലൈസേഷൻ, ജനറലൈസേഷൻ്റെ ഓവർ ജനറലൈസേഷൻ, ജെൻഡറിന്റെ അടിസ്ഥാനത്തിലുള്ള ഓവർ ജനറലൈസേഷൻ ആണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇങ്ങനെ ജനറലൈസ് ചെയ്യാം. ചിലത് പുരുഷൻ മാത്രമേ ചെയ്യാൻ കഴിയൂ, ചിലത് സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ചിലത് സ്ത്രീയല്ലേ, അവർക്ക് അത്രേ പറ്റൂ എന്ന രീതിയിലുള്ള, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജെൻഡർ ബോധം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ ചിന്തകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അതിനാണ് സ്റ്റീരിയോ ടൈപ്പ് ജനറലൈസേഷൻ ആണ് ശരിക്കും. പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും, അത്തരത്തിലുള്ള കണോട്ടേഷൻസ് ആണ് ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ജെൻഡർ, സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ജെൻഡറിനെ എങ്ങനെ ഫെമിനിസം പോയിന്റ്സ് ഔട്ട് ജെൻഡർ ഇനീക്വാലിറ്റി ഇന്റഗ്രേറ്റഡ് ഇൻ ദ സ്ട്രക്ചർ സൊസൈറ്റി. അത് എപ്പോഴും ഫെമിനിസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫെമിനിസം എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു ഒരു ഇനീക്വാലിറ്റിയുടെ ഉള്ള ഒരു ഹൈപ്പോസിസ് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത്, സാമൂഹ്യ ഘടന എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന വളരെ കുറവാണ് എന്നുള്ളത്, സ്ത്രീകൾക്ക് ഒരു അസമത്വം നേടുന്നുള്ളത് ഒരു കൺസെപ്റ്റിനെ ആധാരമാക്കിക്കൊണ്ടാണ് എല്ലായ്പ്പോഴും ഫെമിനിസം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെമിനിസം പെർസ്പെക്റ്റീവ് ലിബറൽ കൺസെപ്റ്റിൽ എങ്ങനെ വരുന്നത്? Gender difference are not based on biology. They should not be treated differently under the law. അവിടെ ഈ ലിബറൽ കൺസെപ്റ്റ് പറയുന്നത് പറഞ്ഞാൽ ബയോളജിയുടെ അടിസ്ഥാനത്തിലല്ല ഈ ജെൻഡർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു ഒരു നിയമത്തിന്റെ ഒരു 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 സഹായത്തോടുകൂടി ഞങ്ങളെ പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തരായിട്ട് കാണേണ്ടതില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഫെമിനിസം ലിബറൽ കൺസെപ്റ്റ് ചെയ്യുന്നത്. കാരണം അത് സെക്സിന്റെ ബേസിലുള്ളതല്ല, പുരുഷന് സ്ത്രീ എന്ന നിലയ്ക്ക് ജന്മന കിട്ടുന്നത് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും ഒരു നിയമത്തിന് മുമ്പിൽ നമ്മൾ സന്മാരാണെന്നുള്ള ഇത് വരണം. അപ്പോൾ ലിബറൽ ഫോക്കസ് ഓൺ ജോബ് മാർക്കറ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് സിവിൽ റൈറ്റ് മൂവ്മെന്റ്, ജെൻഡർ ജോബ് മാർക്കറ്റ് ആൻഡ് ഇൻഇക്വിറ്റബിൾ വേജ്. അപ്പോൾ ഇവിടെ ഈ ലിബറൽസിന്റെ പ്രശ്നം വെച്ചാൽ പുരുഷന് തുല്യമായ രീതിയിലുള്ള കഴിവുള്ളവരാണ് സ്ത്രീ എന്നുള്ളതാണ്. അത് ഞങ്ങൾ സെക്സ്വൽ ഡിഫറൻസ് ഉണ്ട്, സെക്സ് ഡിഫറൻസ് അല്ല അവിടെ പ്രശ്നം. ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം, ഇക്വാലിറ്റി ഇൻ സിവിൽ മൂവ്മെന്റ്, സിവിൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ജോബ് മാർക്കറ്റിലുള്ള ഇക്വാലിറ്റി, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഈ റാഡിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട്സ് ഇൻ സ്മാൾ സച്ച് ആസ് ഹൗസ് വർക്ക്, മെൻ ഡൊമിനേഷൻ, സ്റ്റാൻഡ് അഗൈൻസ്റ്റ് പാട്രിയാർക്കി. അതായത് ലിബറൽ നമ്മൾ നേരത്തെ ജോബ് മാർക്കറ്റും ഇൻഇക്വാലിറ്റി ഇൻ ദ ഐസ് ഓഫ് ലോ, ഇൻ ഫ്രണ്ട് ഓഫ് ലോ, അതൊക്കെയാണ് അവർ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റാഡിക്കൽ പെർസ്പെക്റ്റീവ് സമൂലമായിട്ടുള്ളതാണ്. അവിടെ ഹൗസിൽ തൊട്ട് തുടങ്ങുന്നത്. ഹൗസ് മെയിൻ ഡൊമിനേഷൻ, ഹൗസ് വർക്കിനകത്ത് സ്ത്രീക്കും പുരുഷനും തുല്യ റോളാണെന്നുള്ളതും, അതുപോലെ തന്നെ പുരുഷ മേധാവിത്വത്തിനെതിരെ അത് കുറച്ച് റാഡിക്കലാണ്. 6 possibility of women oriented places were not to be exploited by. അതായത്
പുരുഷന്റെ ചൂഷണത്തിന് നിന്ന് കൊടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള റാഡിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ച ജെൻഡറിന്റെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യം. താങ്ക് യു.